പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങ് പറഞ്ഞ പോലെ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ വായിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ സത്യത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവബന്ധത്തിലും കൃപയിലും ആഴപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കുടുംബ ജീവിതത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളെയും സമർത്ഥമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചെറിയൊരു സന്ദേശം കഴിഞ്ഞ ദിവസം ഈ സെപ്റ്റംബർ മാസം 10-ാം തീയതി വെടിയേറ്റു മരിച്ച അമേരിക്കക്കാരൻ ചാർലി കിർക്കിനെ കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ദിവസങ്ങൾക്ക് ഞാൻ 2 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു, പനിയായിട്ട്. ഒത്തിരിയേറെ വീഡിയോകൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി കർത്താവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ക്രൂശിതനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ ഫെമിനിസത്തിന്റെ ഏറ്റവും വലിയ മാതൃക, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അതിശക്തനായ ഒരു മനുഷ്യൻ, 31 വയസ്സ് മാത്രം ജീവിച്ച ചാർലി കിർക്ക്. അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ ദൈവികമായ ഒരു ബന്ധം, ദൈവികമായ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട്, ജീവന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ അമേരിക്കയെ മുഴുവൻ കർത്താവിലേക്കും ദൈവിക വചനത്തിലേക്കും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിലേക്കും നയിച്ച ഒരു ശക്തനായ ഒരു മനുഷ്യൻ. കോളേജ് ക്യാമ്പസുകളിലൊക്കെ യുവജനങ്ങളുമായുള്ള സംവാദങ്ങളും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളും, ഗർഭചിത്രത്തിനെതിരെ, മറ്റെല്ലാ പൈശാചിക നിയമങ്ങൾക്കെതിരെ, മാരേജ്, മറ്റെല്ലാ തിന്മകൾക്കുമെതിരെ അതിശക്തമായിട്ട് പോരാടുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്ത മനുഷ്യൻ. അതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെ കേട്ടപ്പോ അദ്ദേഹത്തോട് ഒരിക്കലും ഇങ്ങനെ 2 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, അങ്ങ് മരിക്കുകയാണെങ്കിൽ അങ്ങ് എന്തിന്റെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ചോദിക്കണം. ഒറ്റ വാക്ക് അദ്ദേഹം പറയാണ്, അങ്ങ് ചിരിച്ചോട് മരിക്കുകയാണെങ്കിലോ. ഒരു സംശയം പറഞ്ഞു, ഐ വാണ്ട് ടു ബി റിമെമ്പേർഡ് ഫോർ കറേജ് ഫോർ മൈ ഫെയ്ത്ത്. എന്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണത, ആ ധൈര്യത്തിന് വേണ്ടി ഞാൻ മരിച്ചു എന്നുള്ള ആ ഒരു പേരിലാണ് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടിയുള്ള ധൈര്യം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി ഭയങ്കര ധൈര്യമാണ്. വചനം ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവ് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലേക്ക് 2 മക്കള് ഇപ്പൊ അറിഞ്ഞനുസരിച്ച് 3ാമത്തെ കുഞ്ഞ് ഉദരത്തിലാണ്. മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വലിയൊരു അഭിഷേകമുള്ള മനുഷ്യൻ. കർത്താവിന്റെ വചനം അച്ചിട്ട പോലെ. അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന, സാബത്ത് ദിവസം അദ്ദേഹം ഫോൺ എടുക്കില്ല. ദേവാലയം, പ്രാർത്ഥന, തന്റെ മക്കൾ, തന്റെ കുടുംബം ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് വേണ്ടി, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ സമർപ്പിച്ച മനുഷ്യൻ. ഇന്ന് നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ യുവമക്കള് ഒത്തിരിയേറെ വിലമതിക്കേണ്ട, അനുകരിക്കേണ്ട ഒരു സത്യമായ ജീവിതത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിക്കൊണ്ട്, ചാർലി കിർക്ക് നമുക്കറിയാം, അമേരിക്ക, UK, എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്താ പറയാ, അദ്ദേഹത്തിന്റെ വിടവാങ്ങലും അത് പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങളിൽ ആയിരങ്ങൾ, മില്യൺസ്, ലക്ഷക്കണക്കിന് പേരാണ് കടന്നു വന്നിരിക്കുന്നത്. ടേണിംഗ് പോയിന്റ് അമേരിക്ക US എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഘടന അദ്ദേഹത്തിനെയാണ്. അമേരിക്കയെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ, ജുഡയോ ക്രിസ്ത്യൻ മൂല്യങ്ങളിലേക്ക് അടുപ്പിക്കാൻ, കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ. കാരണം ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തെ വിട്ട് പിശാചിന്റെ പിന്നാലെ പോയി അനേക മക്കള് വേണ്ടാത്ത നിയമങ്ങള്, വചനത്തിനെതിരായ നിയമങ്ങള് ഒത്തിരിയേറെ പാസാക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില് ജീവനെ വില കൊടുത്ത്, വിശുദ്ധിക്ക് വില കൊടുത്ത്, മനുഷ്യന്റെ ഐഡന്റിറ്റിക്ക് അവന്റെ ഒരു എന്താ പറയുക, ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അന്തസ്സുണ്ട്. അതിന് വില കൊടുത്ത് കുടുംബങ്ങളെ ഉയർത്തിപ്പിടിച്ച, മനുഷ്യ ജീവിതങ്ങളെ ഉയർത്തിപ്പിടിച്ച, മക്കളെ ഉയർത്തിപ്പിടിച്ച, ദൈവത്തെ ഉയർത്തിപ്പിടിച്ച ഒരു മഹാമനുഷ്യൻ. വെറും 31 വയസ്സ്. അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങളെ കുറിച്ചും മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഒത്തിരിയേറെ കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. കുറെ ടോക്കുകൾ. Really, I was inspired by
ചാർലി കിർക്ക്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടു യുവമക്കള്, അനേക യുവമക്കള് ചാർലി കിർക്കിന്റെ പിൻഗാമി കൊച്ചുമക്കള്. ഒരു കൊച്ചു പയ്യനെ കുറിച്ച് അവനെ പറഞ്ഞേക്കണം, ഹി ഇൻസ്പയർഡ് മീ. അങ്ങനെ ഈ ചാർലി കിർക്കിന്റെ ജീവിതത്തെ അനുകരിച്ച് അല്ലെങ്കിൽ അതിനാൽ ജ്വലിപ്പിക്കപ്പെട്ട ഒത്തിരിയേറെ മക്കള്, യുവമക്കൾ ഇന്ന് ഉയർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന, വചനത്തിന് വേണ്ടി ജ്വലിക്കുന്ന, സത്യത്തിന് വേണ്ടി ഹി സ്റ്റാൻഡഡ് ഫോർ ദ ട്രൂത്ത്, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. അത്രമാത്രം വലിയൊരു മനുഷ്യനാണ്. നമ്മുടെ മക്കൾക്ക് അനുകരിക്കാവുന്ന, കുടുംബങ്ങൾക്ക് അനുകരിക്കാവുന്ന, കുടുംബജീവിതങ്ങൾക്ക് അനുകരിക്കാവുന്ന അനേക മക്കൾക്ക് ജന്മം കൊടുത്ത്, ജീവനെ വില കൊടുത്ത്, കർത്താവിന് വേണ്ടി വളർത്തി അനേക മക്കൾക്ക് മാതൃകയായിട്ട് മാറുന്ന ഒരു ജീവിതമായിരുന്നു ഈ ചാർലി കിർക്കിന്റെ. നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിക്കാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒന്ന് സമർപ്പിക്കാം, നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ദൈവബന്ധം, ഉദാശ ജീവിതം, വചനം, ജീവനുള്ള വില, മക്കൾക്ക് ജന്മം കൊടുക്കല്, ഇതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോ ദൈവം പറഞ്ഞ പോലെ വിടാതെ ദൈവം പറഞ്ഞ പോലെ ജീവിക്കാനുള്ള തീരുമാനമെടുത്ത ഈ മനുഷ്യന്റെ ജീവിത മാതൃക നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് സ്വീകരിക്കുന്നത് നല്ലതാണ്. നല്ലതല്ല നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ചാർലി കിർക്കിനെ പോലെ കർത്താവിനെ ഉയർത്തിപ്പിടിച്ച്, ദൈവികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച്, സത്യത്തെ ഉയർത്തിപ്പിടിച്ച്, മക്കൾക്ക് പ്രാധാന്യം കൊടുത്ത്, ജീവന് പ്രാധാന്യം കൊടുത്ത്, കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത്, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത്, പിന്നെ എപ്പോഴും പറയും സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്ന നിത്യതയെ കണ്ട് ജീവിക്കാനുള്ള വലിയൊരു അനുഗ്രഹം, കൃപ നമുക്ക് ലഭിക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ എറിക്ക ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാം നന്മയ്ക്കായിട്ടാണ് വരുന്നത്, ഒന്നും നാശത്തിനല്ല. ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് തന്റെ ഭർത്താവിനെ സമർപ്പിച്ച് കൊച്ചിനോട് പറഞ്ഞു, 3 വയസ്സുള്ള മോനോട് പറയാണ്, ഡാഡി ഈസ് എ ജേർണി വിത്ത് ജീസസ് ഫോർ എ പ്രോഗ്രാം. ഈശോയുടെ കൂടെ ഡാഡി ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്നാണ് കൊച്ചിനോട് പറഞ്ഞു കൊടുത്താൽ. ഈശോ ബന്ധത്തില്, സ്വർഗബന്ധത്തില് കുഞ്ഞുങ്ങളെ ഉറപ്പിച്ച്, കുടുംബത്തെ ഉയർപ്പിച്ച്, ജീവിതത്തെ ഉറപ്പിച്ച് ജീവിച്ച, മരിച്ച, ജീവിക്കുന്ന ഒരു കുടുംബമാണ് ചാർലി കിർക്കിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ഇൻസ്പയർ ചെയ്യാൻ ഈ ചാർലി കിർക്കിനെ പോലെ യുവത്വത്തിന്റെ ജീവിതം, 31 വയസ്സ്. ഇന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മരണം ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണം അനേക ചാർലി കിർക്കുകൾ ഉയർത്തി അമേരിക്കയില്, ലോകമെമ്പാടും, ഈ കേരളത്തിൽ കിടക്കുന്ന നമ്മളൊക്കെ ഇതുപോലെ സ്വാധീനിച്ചെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള അനേക ആയിരങ്ങളെ, ലക്ഷങ്ങളെ, കോടിക്കണക്കിന് മക്കളെ ചാർലി കിർക്കിന്റെ ജീവിതം, മാതൃക, പ്രഘോഷണം എന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊരു റിവൈവലിന്റെ കാലഘട്ടമാണ്. കർത്താവിലേക്ക് തിരിയാൻ, വചനത്തിലേക്ക് തിരിയാൻ, യഥാർത്ഥമായ അടിസ്ഥാനമാകുന്ന സത്യത്തിലേക്ക് തിരിയാൻ, ആ സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് തിരിയാൻ ദൈവം നൽകുന്ന ഒരു വലിയ സമയമാണത്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ഈ മനുഷ്യരെയൊക്കെ മാർപ്പാപ്പ പറഞ്ഞു, ചാർലി കിർക്കിനെ ദൈവം ഈ സമയത്തിനു വേണ്ടി പ്രത്യേകം നിയോഗിച്ചതാണ്. ദൈവം അയച്ച ഒരു വലിയൊരു പ്രവാചകനെ പോലെയാണ് പരിശുദ്ധ പിതാവ് ചാർലി കിർക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അനേകം പേര് ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 100 നാവ. ലോകം മുഴുവനും ആദരിക്കുന്ന, അംഗീകരിച്ച ഈ വ്യക്തിത്വം ഇന്ന് അനേകം മക്കളെ, കുടുംബങ്ങളെ, യുവമക്കളെ പ്രത്യേകിച്ചും ഉണർത്തുന്ന ഒരു സാന്നിധ്യമാണ്. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചാർലി കിർക്കിന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പറയുകയാണെങ്കിൽ ചാർലി കിർക്കിനോട് മധ്യസ്ഥം വഹിച്ച് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്കിടയാകട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ചാർലി കിർക്കിന്റെ ഭാര്യ എരിക്കായെയും മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അനേകം മക്കള് ചാർലി കിർക്കിനെ അനുകരിച്ചുകൊണ്ട് ഉണരുമ്പോ ഒരു വലിയ റിവൈവൽ ഇന്ന് ലോകം മുഴുവനും ആളിക്കത്തുവാനും ഈ ചാർലി കിർക്കിന്റെ രക്തസാക്ഷിത്വം ചുടുനീളം കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവികാന സന്നിധിയില് നമ്മുടെ മക്കളെ ഒരു ചലഞ്ചിങ്, ഒരു റിവൈവലിലേക്ക്, സത്യത്തെ നേരാവണ്ണം കണ്ട് അനുഭവിച്ച് സ്വീകരിക്കാനുള്ള ധൈര്യത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി, ധൈര്യപൂർവം മരിക്കാനുള്ള, ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചും കർത്താവെ, ഈ കാലഘട്ടത്തിൽ അങ്ങേക്ക് വേണ്ടി ജീവിച്ച്
വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ രക്തസാക്ഷിത്വം വഹിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട മകന്റെ ജീവിത മാതൃക ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ ഒത്തിരിയേറെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, വചനത്തിനു വേണ്ടി ജീവിക്കാൻ, അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കാൻ, അങ്ങ് പറഞ്ഞ മാർഗത്തിലൂടെ ചരിക്കാൻ, പിശാചിന് വിട്ടുകൊടുക്കാതെ, ലോകത്തിന്റെ പിന്നാലെ പോകാതെ, കർത്താവേ അങ്ങയെ ഏറ്റുപറഞ്ഞ് ജീവിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങളിത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ മകന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിത പങ്കാളിയും മക്കളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് അനേകം മക്കള് ഈ മകന്റെ സത്യത്തിന് വേണ്ടി നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വലിയ ഉണർവ് അനേകം മക്കള് ഇന്ന് ഞങ്ങൾ വായിച്ചു. ദേവാലയങ്ങളിലേക്ക് ഇതാ തിരിച്ചു വരുന്നു, വചനത്തിലേക്ക് വരുന്നു, കൂദാശയിലേക്ക് വരുന്നു. കർത്താവ്, ഈ ഒരു വലിയൊരു തിരിച്ചറിവ്, ഈ ഒരു വലിയൊരു റിവൈവല്, ഒരു ഉണർവ് കർത്താവ് ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, ലോകം മുഴുവനിലും സഭയിലും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കത്ത് ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായിട്ട് അനേക മക്കളെ ചാർലി കിർക്കിനെ പോലെ അഭിഷേകം ചെയ്യണമേ കർത്താവെ. ഞങ്ങളുടെ മക്കൾ അങ്ങേലേക്ക് തിരിച്ചു വരട്ടെ. അനേകം മക്കളെ സ്വാധീനിച്ച് ഡിബേറ്റിലൂടെ, സത്യപ്രഘോഷണത്തിലൂടെ കർത്താവെ തിരിച്ചു കൊണ്ടുവന്ന ആ മകന്റെ മാതൃകയിലും മധ്യസ്ഥതയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക മക്കൾ അങ്ങേലേക്ക് തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങേലേക്ക് തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങനെ തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ അനേകം മക്കൾ ജനിക്കട്ടെ. അങ്ങ് പറഞ്ഞ പോലെ ഞങ്ങളുടെ മക്കൾ ജനിക്കട്ടെ, കുടുംബങ്ങൾ ജീവിക്കട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരനാഥന്റെ സന്നദ്ധിയിലേക്ക് ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ യുവമക്കളെയും ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ പാരമ്പര്യം, വചനാധിഷ്ഠിത ജീവിതം, സാപത്ത്, ഉദാശകള്, പ്രാർത്ഥന, അതെല്ലാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. സാത്താന്റെ കൂടുതലെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ്, ലോകത്തിന്റെ നിയമങ്ങളെ, സാത്താന്റെ നിയമങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി നിലപാടെടുത്ത് വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാന സന്നദ്ധിയില് ആശീർവാദത്തിനു വേണ്ടി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ലോകം മുഴുവനെയും ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 19, 20, 21 നമ്മുടെ ഇവിടുത്തെ വാരാന്ത്യ ധ്യാനമാണ്. ശക്തികര വിടുതൽ ധ്യാനം വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെയാണ്. നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളാണ്. സാധിക്കുന്ന എല്ലാ മക്കളും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. പങ്കെടുക്കാൻ അനേകരെ പ്രേരിപ്പിക്കുക. കാരണം ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. കർത്താവിന്റെ വലിയ അനുഗ്രഹം, കൃപ ഈ ധ്യാനത്തിലും നമ്മുടെ അനുദിന ശുശ്രൂഷയിലും 2 കൺവെൻഷനിലും ദീപികാരുടെ യാത്രകളിലൊക്കെ നിറയപ്പെടാൻ നമ്മുടെ എല്ലാവരും പ്രാർത്ഥനാ സഹായം അച്ഛൻ ആവശ്യപ്പെടുകയാണ്. വരിക, പങ്കെടുക്കുക, സഹായിക്കുക, ചേർന്ന് നിൽക്കുക. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം.